കോവിഡ് നിയന്ത്രണ നടപടികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം മറ്റന്നാൾ ഓൺലൈനായിട്ടാണ് യോഗം. അതേസമയം 1,68,000-ത്തിലധികം പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എങ്ങനെയാണ് ഇന്നത്തെ കണക്കുകൾ, നിയന്ത്രണങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നത്തെ കണക്കുകൾ കഴിഞ്ഞ ദിവസത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 1,79,000-ഓളം ആളുകൾക്കാണ് പ്രതിദിനം കോവിഡ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇപ്പോഴത് 1,62,063 പേർക്ക് ആണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രോഗം മുക്തരാകുന്നവരുടെ എണ്ണത്തിലും വർധനവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. 69,959 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗമുക്തരായി. 277 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ നമുക്കറിയാം, വിവിധ സംസ്ഥാനങ്ങൾ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വാരാന്ത്യ കർഫ്യൂ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന കണക്കുകൾ പ്രധാനമായും ഞായറാഴ്ച ദിവസത്തെ പരിശോധനകളുമായി ബന്ധപ്പെട്ടും അതിന്റെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് ഇന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ എണ്ണം കുറയുന്നു എന്നുള്ളത് എത്രത്തോളം ആശ്വാസകരമാകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. വരും ദിവസങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് ആ നിലയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ രാജ്യത്തെ സജീവ കേസുകൾ ഇപ്പോൾ 8 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 8,21,446 ആണ് സജീവ കേസുകളുടെ എണ്ണം. ഒമിക്രോൺ രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ട്. 4,400 മുകളിലേക്ക് രോഗികളുടെ എണ്ണം എത്തുകയും ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചിരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ 40,000-ന് മുകളിൽ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ കണക്ക്. എന്നാൽ ഇപ്പോഴത് 33,470 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ വലിയ തോതിൽ രോഗം വർദ്ധിച്ചിരുന്നു. 20,000-ന് മുകളിലായിരുന്നു കണക്ക്. 19,286 പേർക്കും ഡൽഹിയിൽ 19,166 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗവ്യാപനം കൂടുതലുള്ള സംസ്ഥാനങ്ങളുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ചർച്ചകളും മറ്റും നടത്തിയത്. ആരോഗ്യമന്ത്രിമാർക്ക് കൃത്യമായ നിർദ്ദേശം ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും ചർച്ചകൾ നടക്കുക. ശരി.